സ്ക്രാപ്പ് യാർഡ് ഉണ്ട്. നമ്മുടെ അടുത്ത് സിവിക്കിന് കുറച്ച് പാർട്സ് നോക്കാനായിട്ട് പോകാം. നാട്ടിലെ പോലെ തന്നെ പൊളിക്കണ പരിപാടി തന്നെ. തോമസിന് എഞ്ചിലായിട്ട് പേടിയുണ്ടോ? ഇറക്കി വിട്. ചാടി വാങ്ങേണ്ടി വരും. വണ്ടി വേറെ ജാക്ക് സ്റ്റാൻഡ് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ നമ്മളിപ്പോൾ സിവിക്ക് എടുത്തായിരുന്നു, ഒരു പീറ്റർ സിവിക്ക്. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് പാർട്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ പോവുകയാണ്. മറ്റുള്ള സ്ക്രാപ്പ് യാർഡ് ഉണ്ട്. നമ്മുടെ അടുത്ത് സിവിക്കിന് കുറച്ച് പാർട്സ് നോക്കാനായിട്ട് പോകാം. സ്ക്രാപ്പ് യാർഡ് നോർമലി പറയുമ്പോൾ നാട്ടിലെ പോലെ തന്നെ പൊളിക്കണ പരിപാടി തന്നെ. അപ്പം കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടും. നമ്മൾ ടൂൾസും കൊണ്ട് പോയിട്ട് നമ്മൾ തന്നെ പാർട്ട് ഊരിയെടുക്കണം. പാർട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, പോയി നോക്കാം. ട്രക്ക് ഉണ്ടായിരുന്നോ? ഇത് എഞ്ചിൻ ലൈറ്റ് ഉണ്ടല്ലോ. തോമസിന് എഞ്ചിൻ ലൈറ്റ് പേടിയുണ്ടോ? നമ്മുടെ ഒരു വണ്ടിക്ക് ക്യാറ്റും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നോ പ്രോബ്ലം. നല്ല വിസിലടി ആണല്ലോ. ഏതിന്റെ ബ്ലോഫാടാ? ഫോർജ്. ടൂളൊക്കെ എടുത്തോ? ഇതാണ് നമ്മുടെ കാനഡയിലെ യാർഡ്. നമുക്ക് വേണ്ടത് 2006 മുതൽ 2010 വരെയുള്ള സിവിക്ക് കിടക്കുന്നതാണ്. കിടക്കണ മുഴുവൻ BMW അല്ലേ? ഇത് മുഴുവൻ X5 ആണെന്ന് തോന്നണം അല്ലേ? X5. അതേടാ ഒരു സിവിക്ക് ഹെഡ്ലൈറ്റ് വിത്ത് ഫെൻഡർ. അവനെ അങ്ങ് പോക്കാം. ആ, സെയിം കളർ അല്ലേ? യെസ്, നമുക്ക് വേണ്ടത് ഈ ഫെൻഡർ. ആ, ചെറിയ റസ്റ്റ് ഉണ്ടല്ലേ? അതെ, കൊള്ളാം. ഇമാരെല്ലാം ഊരി എടുത്തിട്ടുണ്ടല്ലേ? ബമ്പറും ഉണ്ട്, പക്ഷെ ബമ്പർ ക്രാക്ക് ഉണ്ട്. പക്ഷെ ബമ്പർ നമുക്ക് വേണ്ട. നമുക്ക് E92 പാർട്സ് ഉണ്ടെന്നും കൂടെ നോക്കാമായിരുന്നു. ഇപ്പോൾ തോംസന്റെ സിലിക്കയ്ക്ക് പാർട്സ് വേണമെന്നാ തോംസൺ പറയണം അല്ലേ? തോംസൺ അതെ, അത് 10mm 2-3 ബോൾട്ടുണ്ട്. നൈസായിട്ട് ഊരാത്. മിനിയുടെ എന്നാ വേണ്ട? ഹുഡോ? ഓ, മിനിയുടെ ഹുഡ് നോക്കാമായിരുന്നല്ലേ നമുക്ക്? നമ്മുടെ മിനിയുടെ ഹുഡിൻ്റെ പെയിൻറ്റ് പോയിരിക്കുക. ഹുഡായിട്ട് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പെയിൻറ്റിന് അത്ര $300. അതെ, ഇവിടെ ഒരെണ്ണമുണ്ടോ? ഇവിടെയായിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് അടിയിൽ. ഈ താഴെ ഇത് ഇവിടെ ഒരു 10mm ഉണ്ട്. ഇത് ഇവിടെ E90 നോക്കിയാലോ? ഓ, E46 ഒക്കെ നേരത്തെ കട്ടക്കണം. E90, E46, E92 കുറവാണല്ലോ. എനിക്കാണ് E92 മുഴുവൻ പ്രൈവറ്റ് ആൾക്കാർ വാങ്ങിച്ച് പൊളിക്കുമെന്നാണ് തോന്നണം. 5 സീരീസ് കിടപ്പുണ്ട്. E60, ഇത് E60 ആണ്. ആ, ഇത് മുഴുവൻ E60 ആണെന്ന് തോന്നണം കിടക്കുന്നത്. അതെ, E92 ഒന്നുമില്ല. ബ്രിട്ടോ ഫൈനലി E92 കണ്ടുപിടിച്ചിരിക്കും. എന്തെങ്കിലും എടുക്കാനുണ്ടോ? സ്റ്റിയറിംഗ്? ഓ, നോർമൽ സ്റ്റിയറിംഗ്. ഓ, N54 ആണോ അത്? നോക്ക്, ബെൽറ്റ് കയറിയതാ.
ഇതാണ് ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ലീക്ക് വരുമ്പോൾ വണ്ടി ഓടിക്കരുത് ഓടിച്ചത് ഇങ്ങനെ ഇരിക്കും. ക്രാങ്ക് ഹബിനകത്തോട്ട് ബെൽറ്റ് ഈറ്റണപ്പ് ആവും. ഇതെല്ലാം പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ സാക്ഷിയുള്ള എല്ലാവരോടും പറയുന്നത്, ഒരിക്കലും അതെ മൈനർ ലീക്ക് ആണെങ്കിലും അങ്ങനെ അത് പിന്നെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്, പ്രത്യേകിച്ച് ഓയിൽ ഫിൽട്ടർ ഹൗസിങ് ഗ്യാസ്കറ്റ് ലീക്ക്. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഹബിനകത്തോട്ട് കയറി ബെൽറ്റ് എന്ന് വെച്ചാൽ ബെൽറ്റ് സ്ലിപ്പാവും. ഓയിൽ ഫിൽട്ടർ ഹൗസിംഗ് നിന്ന് ലീക്ക് വരുമ്പം ബെൽറ്റിലോട്ട് വന്നിട്ട് സ്ലിപ്പാവും. അപ്പോൾ സ്ലിപ്പാവും നേരെ അത് ക്രാങ്കിലോട്ടാണ് കയറുന്നത്. അതാണ് പ്രശ്നം. ഓ അത് ഫ്രണ്ട് ഡിഫല്ലേ? ഫ്രണ്ട് ഡിഫ് നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ റാഫ്റ്റ് ഊരി കളഞ്ഞേക്കുമല്ലേ. അത് ശരിയാ. എംബമ്പറാണോടാ. ഇത് വേറെ വണ്ടിയുടെ ബമ്പർ. മാനുവലാണോ അതോ ഓട്ടോ? ഫുൾ സെറ്റ് ഉണ്ടോ? വലിയ റെസ്റ്റ് ഇല്ല. ഓക്കെ. പിന്നെ തോംസൺ എവിടെ ഏൽപ്പിച്ചേക്കണം? തോംസൺ അടിച്ച് പൊളിക്കും. ഫ്യൂൽ പമ്പോ വേണ്ട, സ്റ്റേജിറ്റ് വരുന്നേ നോക്കായിരുന്നു. ഇത് 645 CI റയർ കാർസാ. ഓട്ടോമാറ്റിക്കാ. സീറ്റൊക്കെ നോട്ട് ബാഡ് കണ്ടീഷൻ അല്ലേ? നമ്മുടെ E46 പിള്ളേർക്ക് വല്ലതും പാർട്ട് വേണമെന്ന് ചോദിച്ചു നോക്കായിരുന്നു അല്ലേ? അതാ നമുക്ക് തോംസൺ അവിടെ പണിയെടുക്കുന്നത് കാണാം. എല്ലാം ഊരിയോ? ഓൾമോസ്റ്റ് ആവും. ഇത് അയക്കാൻ പറ്റിയില്ല അടിയിലെ സ്ക്രൂ ഡ്രൈവറല്ലോ കുറ്റിയൊന്നും ഇതാക്കിയത്. സ്ക്രാപ്പേഡ് വരുമ്പം ഇങ്ങനത്തെ കഷ്ടപ്പാടുകളുണ്ടാവും. ബ്രിട്ടൻ അതിനകത്ത് പരിപാടി. ഡോറ് തുറന്നു വന്നിട്ട് നമുക്ക് ഈ ഒരു ബോൾട്ട് അയച്ചാലേ ഈ ഫെൻഡർ ഒരു പോരുള്ളൂ. അപ്പോൾ ഡോറ് തുറക്കില്ല, ഡോർ സ്റ്റക്കാ. എവിടെ പോണ്? ഇരുന്ന് ചോദിച്ചു പോവാ. ആടി അങ്ങോട്ട് വരും. വണ്ടി വേറെ ജാക്ക് സ്റ്റാൻഡ് പോലും ഇല്ല, വെറും റിമ്മേലാ നിൽക്കുന്നത്. അയ്യോ, തോംസൺ എന്തിനാ? തോംസൺ അവിടെ ഒരു അപ്പച്ചൻ്റെ സ്പാനർ ഉണ്ടോന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. കിട്ടിയോ? തോംസൺ ആരാ മെയിൻ? റെഡി ആക്കിയോ? റെഡി. റെഡി. അപ്പച്ചന് സ്പാനർ കൊടുക്കുക, അപ്പച്ചൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തോ, അത് അതിൻ്റെ വേണ്ട മറ്റേ വണ്ടിയുടെ ഉണ്ടല്ലോ. ഫെൻഡറും കിട്ടി, ഹെഡ് ലൈറ്റും കിട്ടി. നല്ല ഷേപ്പാണ്, പെയിന്റ് ഒന്നും പോയില്ല. ആ ചെറിയൊരു റസ്റ്റ് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. വേറെ അപ്പുറത്ത് വേറെ വല്ലതും ഉണ്ടോ? ഇല്ല, ബ്രാക്കറ്റ് വേറെ വണ്ടി ഇത് എക്സ്പ്ലോർ 12 നീ നോക്കൂടാ. 10-12 റോട്ടർ, പുതിയ റോട്ടറും താഴെ. നമ്മളിപ്പോൾ ഇതിലും കൂടി പോയപ്പോൾ ഒരു X4 കണ്ടതാ. പുത്ത റോട്ടറും പാടും. എന്നിട്ട് വലിയ കിലോമീറ്റർ ഓടിയിട്ടേ ഇല്ലല്ലേ, പക്ഷേ കണ്ടീഷൻ ഇതായിപ്പോയി. അത് X4 28 ആയി.
ഓട്ടോ പണിതത് ടൈമിംഗ് ചെയിൻ ആയിരിക്കും മിക്കവാറും ചിലപ്പോൾ. ആയിരിക്കണം. ആയിരിക്കും. ആ പൊട്ടിക്കിടക്കുമല്ലോ. ഈ പിരിഞ്ഞാറാകുമ്പോൾ ക്രാഷൊന്നുമില്ല. അതെ അതെ. അങ്ങനെ നമുക്ക് എല്ലാ പാർട്സും കിട്ടി. ഹെഡ്ലൈറ്റും കിട്ടി, ഫെൻഡറും കിട്ടി. ഇനിയിപ്പം പാർട്ട് 3 നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നു. ഡീസലാ. റെഡ്. അപ്പോൾ ഹാംബിൾട്ടിന് പാർട്സ് ഫെൻഡർക്ക് ഇവിടെ വന്നാൽ കിട്ടും അല്ലേ? അതായത് പിക്ക് ആൻഡ് സേവ്.